നമ്മൾ നോക്കുന്നില്ല. അവന്റെ വചനത്തിലേക്ക്, അവങ്കലേക്ക്, അവന്റെ സന്നിധാനത്തിലേക്ക് നമ്മൾ നോക്കുന്നില്ല. പിന്നെ നമ്മൾ നോക്കുന്നത് വേഗം കാണാൻ പറ്റുന്ന ഭൗതികമായ കാര്യങ്ങളിലേക്കാണ്. സിനിമ കാണുന്ന ഏതെങ്കിലും വിശ്വാസികൾ ഇന്ന് പകലിൽ ഇവിടെ ഇരിപ്പുണ്ടെങ്കിൽ വളരെ വ്യക്തമായി ഞാൻ ഓർപ്പിക്കട്ടെ, ദൈവസന്നിധിയെ കണക്ക് കൊടുക്കേണ്ടി വരും. ഇത് നമുക്ക് കാണാൻ വേണ്ടിയുള്ളതല്ല, നാം ഇത് ആനന്ദിക്കുവാൻ വേണ്ടിയുള്ളതല്ല. നമുക്കറിയാം, മുടിയനായ പുത്രൻ അദ്ദേഹം അപ്പന്റെ വീട്ടിൽ നിന്ന് ദൂരദേശത്തേക്ക് പോയി. വാസ്തവത്തിൽ അവൻ ചിന്തിച്ചു കാണും, എന്തൊരു രസമാണിതല്ലേ, പോക്കറ്റ് നിറയെ പണം, ഇഷ്ടം പോലെ കൂട്ടുകാര്, പാപത്തിന്റെ നൈമിഷിക സുഖങ്ങൾ അവന്റെ ചുറ്റും. അവൻ വിചാരിച്ചു കാണും, ഞാൻ എത്രയോ നാളുകൾ എന്റെ അപ്പന്റെ കൂടെ ജീവിച്ച് ആകെ ഞാനങ്ങ് ബോറടിച്ചു പോയി. ഒരു നരകതുല്യമായ ജീവിതമായിരുന്നു അപ്പന്റെ ഭവനത്തിലെ ജീവിതം. എന്നാൽ ഇന്നത് മാറിയിരിക്കുകയാണ്. ഇപ്പോഴാണ് സന്തോഷമുള്ളത്, ഇപ്പോഴാണ് ആനന്ദമുള്ളത്. പക്ഷെ പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം അത് അധികം നാള് നിന്നില്ല. അവൻ പറഞ്ഞു, ഞാൻ എന്റെ അപ്പന്റെ വീട്ടിലേക്ക് മടങ്ങിപ്പോകും. അപ്പോഴാണ് പ്രിയപ്പെട്ടവരെ, അവൻ മടങ്ങി വന്നപ്പോഴാണ് അവൻ യഥാർത്ഥമായ സന്തോഷം ഇതാണ് എന്ന് മനസ്സിലായത്. ഞാൻ പറയട്ടെ, നമ്മുടെ പിതാവിന്റെ സന്നിധിയിൽ സന്തോഷമുള്ളപ്പോൾ, അവന്റെ വലത്തു ഭാഗത്ത് പ്രമോദങ്ങളുള്ളപ്പോൾ, അത് വേണ്ട എന്ന് വിചാരിച്ച് ലോകത്തിന്റെ ഇമ്പം തേടുന്ന ഏതെങ്കിലും വിശ്വാസികളുണ്ടെങ്കിൽ അവർ കണക്ക് പറയേണ്ടി വരും. എണ്ണി കണക്ക് പറയേണ്ടി വരും. കർത്താവേ, നിന്റെ സന്നിധിയിൽ ഇത്രമാത്രം സന്തോഷമുണ്ടായിരുന്നപ്പോൾ അത് വേണ്ട എന്ന് വിചാരിച്ച് ഞാൻ ലോകത്തിന്റെ ഇമ്പങ്ങളിലേക്ക് ഇറങ്ങിയല്ലോ, പാപത്തിലേക്ക് ഞാൻ ഇറങ്ങിയല്ലോ, അത് വേണ്ടായിരുന്നു കർത്താവേ എന്ന് ചിന്തിക്കേണ്ടി വരും. അതുകൊണ്ട് അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് പകലിൽ അതിന് വിരാമം കുറിക്കണമെന്ന് വളരെ പ്രത്യേകമായി ഞാൻ ഓർപ്പിക്കുകയാണ്. ദീർഘിപ്പിക്കുന്നില്ല. ഒരു വിശുദ്ധ ജീവിതം പണ്ട് രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് നമ്മുടെ ജീവിതത്തിൽ ഏതെല്ലാം മോഹങ്ങളും പാപങ്ങളും ഉണ്ടായിരുന്നുവോ അത് വിട്ടുകളഞ്ഞ് ഒരു വിശുദ്ധ ജീവിതം നയിക്കുക. അത് വിട്ടുകളയണമെങ്കിൽ നമ്മളെ വിളിച്ച വിശുദ്ധന്റെ മഹത്വം നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ വെള്ളത്താൽ നമ്മുടെ തൊണ്ട നനയണം എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ വചനത്താൽ നമ്മുടെ തൊണ്ട നനയണം എന്നുള്ളതാണ്. അതിന്റെ വേറൊരു ഭാഗം കർത്താവ് അനുവദിച്ചാൽ ഇന്ന് രാത്രിയിൽ ഞാൻ എടുക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് അത് വിടുകയാണ്. അപ്പൊ വെള്ളം എന്നത് ദൈവത്തിന്റെ വചനത്തെ കാണിക്കുന്നതാണ്. മാത്രമല്ല, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ വെള്ളം എന്ന വാക്കുകൊണ്ട് തിരുവെഴുത്തിൽ വിശേഷിപ്പിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായം 37 മുതൽ 39 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത്, ഉത്സവത്തിന്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട് ദാഹിക്കുന്ന ഏവരും എന്റെ അടുക്കൽ വരട്ടെ. അങ്ങനെ പറഞ്ഞിട്ട് നമ്മൾ പിന്നീട് വായിക്കുന്നു, എന്നിൽ വിശ്വസിക്കുന്നതിന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്ന പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും. അടുത്തത് കർത്താവ് പറയുന്നു, ഈ ജീവജലത്തിന്റെ നദികൾ എന്ന് പറയുന്നത് എന്താണ്? തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിപ്പാനിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ കുറിച്ചത്രേ അവൻ പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ വെള്ളം എന്ന വാക്കുകൊണ്ട് വിശേഷിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ വെള്ളത്താൽ നമ്മുടെ തൊണ്ട നനയണം എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ വചനത്താൽ നമ്മുടെ തൊണ്ട നനയണം. അതുമാത്രമല്ല, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ തൊണ്ട നനയണം എന്നുള്ളതാണ്. അപ്പൊ പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ തൊണ്ട നനയണം എന്ന് പറഞ്ഞാൽ അതിന്റെ ആശയം എന്താണ്? അപ്പൊ അതിന്റെ ആശയം നമ്മൾ യോഹന്നാൻ 3-ന്റെ 5-ാം വാക്യത്തിൽ കണ്ടു. വെള്ളത്താലും ആത്മാവിനാലും. അതാണ് ഒന്നാമത്തെ പടി. രക്ഷിക്കപ്പെട്ട ഒരാൾക്ക് മാത്രമേ ആത്മാവിൽ ആകുവാനായിട്ട് കഴിയുകയുള്ളൂ, പരിശുദ്ധാത്മാവിൽ അവരുടെ തൊണ്ട നനയുകയുള്ളൂ എന്ന് ദൈവത്തിന്റെ വചനം ഓർപ്പിക്കുകയാണ്. രക്ഷിക്കപ്പെടാത്ത ഒരാൾക്ക് ഒരിക്കലും ആത്മാവിന്റെ ഫലമോ അല്ലെങ്കിൽ ആത്മനിറവോ ഉണ്ടാവുകയില്ല എന്നുള്ളത് നിശ്ചയമായ കാര്യമാണ്. നമുക്കറിയാം, പല ആളുകളും, പല ക്രൈസ്തവ ഗ്രൂപ്പിലുള്ള പല ആളുകളും അവര് വളരെ പരിശുദ്ധാത്മാവിന്റെ നിറവെന്ന് പറഞ്ഞുകൊണ്ട് പല കാര്യങ്ങളും ചെയ്യുന്നത് നമുക്കറിയാനായിട്ട് കഴിയും. പക്ഷേ അവരോട് രക്ഷിക്കപ്പെട്ടതാണോ എന്ന് കൃത്യമായിട്ട് ചോദിച്ചാൽ പല ആളുകളും രക്ഷിക്കപ്പെട്ടവരല്ല. എന്റെ പ്രിയപ്പെട്ടവരെ, രക്ഷിക്കപ്പെടാത്ത ഒരുവന്, പരിശുദ്ധാത്മാവിനാൽ വീണ്ടും ജനിക്കാത്ത ഒരാൾക്ക് ഒരു നിലയിലും പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങൾ കാണിക്കുവാൻ കഴിയുകയില്ല. നമുക്കതറിയാവുന്ന കാര്യമാണ്. നമ്മുടെ ചുറ്റുപാടുമുള്ള പല ആളുകളും വളരെ മാന്യന്മാരായിട്ട് ജീവിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അവർ രക്ഷിക്കപ്പെട്ടവരല്ല, എങ്കിലും അവർ വളരെ മാന്യന്മാരായിട്ട് ദേശത്ത് ജീവിക്കുകയാണ്. എന്താ അങ്ങനെ സാധിക്കുന്നത്? ദൈവത്തിന്റെ ആത്മാവ് അവരുടെ ഉള്ളിലുള്ളതുകൊണ്ട്, അവരെ സകല സത്യത്തിനും വഴി നടത്തുന്നതുകൊണ്ടാണോ അങ്ങനെ സംഭവിക്കുന്നത്? അല്ല. അവർ ലോകത്തിൽ മാന്യന്മാരായി ജീവിക്കുവാനായിട്ട് ശ്രമിക്കുകയാണ്. അന്തസ്സോട് ജീവിക്കാൻ
അവർ ശ്രമിക്കുന്നത് കൊണ്ട് അവരങ്ങനെ ജീവിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ ഒരു ആത്മീകൻ എന്ന് പറയുന്നത് അവന്റെ ശ്രമഫലമല്ല അതിൽ അടിയന്തരമായിട്ടുള്ളത്. ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത് കേട്ട് അവനങ്ങ് ജീവിച്ചാൽ മതി. ഇതാണ് വളരെ എളുപ്പമുള്ളൊരു കാര്യം. അപ്പൊ പരിശുദ്ധാത്മാവിനാ നമ്മുടെ തൊണ്ട നനയുക എന്ന് പറഞ്ഞാൽ, ഒന്ന്, പരിശുദ്ധാത്മാവിനാ നമ്മൾ രക്ഷിക്കപ്പെടുക. അതുമാത്രമല്ല, എഫെസ്യ ലേഖനം 5-ാം അധ്യായം 18-19 വാക്യങ്ങളിൽ വായിക്കുന്നുണ്ട്, ആത്മാവ് നിറഞ്ഞവരായി. അപ്പൊ പരിശുദ്ധാത്മാവിന്റെ നിറവ് നമുക്കുണ്ടാവുക. അപ്പോഴാണ് പരിശുദ്ധാത്മാവെന്ന വെള്ളത്താൽ നമ്മുടെ തൊണ്ട നനയുന്നത്. പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ തൊണ്ട നനയുക എന്ന് പറഞ്ഞാൽ ദൈവാത്മാവിന്റെ നിറവ് നമ്മൾ അനുഭവിക്കുക, പരിശുദ്ധാത്മാവിന്റെ നിറവ് നമ്മൾ അനുഭവിക്കുക. ഇന്ന് പകലിൽ എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ വളരെ 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 ദുഃഖത്തോട് പറയട്ടെ, പരിശുദ്ധാത്മാവിനെ കുറിച്ച് ഇത്ര ആധികാരികമായി, ഇത്ര ശക്തിയുക്തമായി, ഇത്ര സത്യമായി വ്യാഖ്യാനിക്കുന്ന, പ്രസംഗിക്കുന്ന, ഏറ്റുവാങ്ങുന്ന വേറൊരു കൂട്ടർ ലോകത്തിലുണ്ടോ എന്ന് നമുക്കറിയുകയില്ല. പക്ഷെ ഞാൻ ഓർപ്പിക്കട്ടെ, ഈ പരിശുദ്ധാത്മാവിന്റെ നിറവ് നമ്മളിൽ എത്ര പേര് ശരിയായിട്ട് അനുഭവിക്കുന്നുണ്ട് എന്നുള്ളത് വാസ്തവത്തിൽ അക്കവും പുള്ളിയും ഇട്ട് എണ്ണി നോക്കേണ്ട കാര്യമാണ്. നമ്മളിൽ എത്ര പേരുടെ ജീവിതത്തിൽ ശരിയായ പരിശുദ്ധാത്മ നിറവ് അനുഭവിക്കുന്നുണ്ട്? ഞാനിന്ന് ഈ പന്തലിൽ വെച്ച് വളരെ വ്യക്തമായിട്ട് പറയട്ടെ, നാം കുറെ കൂടി പരിശുദ്ധാത്മ നിറവ് പ്രാപിച്ചാൽ നമ്മുടെ സമൂഹം അനുഗ്രഹിക്കപ്പെടുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. ആർക്ക് സംശയമുണ്ട്? പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള പഠിപ്പിക്കൽ നമുക്ക് വളരെയധികം ഉണ്ട്, പാഠങ്ങൾ നമുക്ക് വളരെയധികം ഉണ്ട്. പക്ഷേ അത് നമ്മുടെ പ്രായോഗിക ജീവിതത്തിലേക്ക് വേണ്ടവണ്ണം വരുത്തുവാൻ കഴിയുന്നില്ല. പരിശുദ്ധാത്മാവിനാ നമ്മുടെ തൊണ്ട നനയണം. എങ്ങനെയാണ് ഈ പരിശുദ്ധാത്മ നിറവ് നമുക്കുണ്ടാകാനായിട്ട് കഴിയുന്നത്? 3 വാക്യങ്ങൾ ഞാൻ പറഞ്ഞു മാത്രം പോകുന്നു. ഒന്ന്, എഫെസ്യ ലേഖനം 4-ാം അധ്യായം 30-ാം വാക്യം. എഫെസ്യർ 4:30 അവിടെ വായിക്കുന്നത്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്, അവനാലല്ലോ നിങ്ങൾ വീണ്ടെടുപ്പ് നാളിനായി മുദ്രയിട്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നാം ദുഃഖിപ്പിക്കരുത്. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ് എന്നുള്ളത് നമുക്കറിയാം. ആ വ്യക്തിയുടെ ഗുണവിശേഷങ്ങളിലൊന്നാണ് ദുഃഖം എന്ന് പറയുന്നത്. ആ വ്യക്തി നമ്മുടെ ഹൃദയത്തിൽ എല്ലാവിധമായ സന്തോഷ പ്രമോദങ്ങളോടുകൂടി വസിക്കുവാൻ ആഗ്രഹിക്കുന്നവനാണ്. എന്നാൽ ആ പരിശുദ്ധാത്മാവെന്ന വ്യക്തിയെ നമ്മൾ ഒരു കാരണവശാലും ദുഃഖിപ്പിക്കരുത്. ആകട്ടെ, എങ്ങനെയാണ് പരിശുദ്ധാത്മാവ് നമ്മിൽ ദുഃഖിക്കുന്നത് എന്ന് ആ പാരഗ്രാഫിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. വിശദീകരണങ്ങൾ ഇല്ലാതെ ഞാനൊന്ന് പറഞ്ഞു പോകുവാൻ മാത്രം താല്പര്യപ്പെടുകയാണ്. അതിന്റെ 25-ാം വാക്യം, എഫെസ്യർ 4:25 നമ്മൾ വായിക്കുന്നു, ആകയാൽ ഫോഷ്ക് ഉപേക്ഷിച്ച് ഓരോരുത്തൻ താന്താന്റെ കൂട്ടുകാരനോട് സത്യം സംസാരിപ്പിൻ. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ഫോഷ്ക് ഉണ്ടെങ്കിൽ, നാം സത്യം ശരിയായിട്ട് പറയുന്നില്ലെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഉള്ളിലിരുന്ന് ദുഃഖിക്കും. നാം സത്യത്തിന്റെ സാക്ഷികളാണ്, സത്യത്തിന് വേണ്ടി നിൽക്കുന്നവരാണ്. അതുകൊണ്ട് ദൈവജനമേ, ഒരു കാരണവശാലും ഫോഷ്കിന്റെ ഒരു വഴിയും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടുള്ളതല്ല. അങ്ങനെ ഉണ്ടായാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ ദുഃഖിക്കും എന്ന് കാണുവാനായിട്ട് കഴിയും. നേര് നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ 84-ാം സങ്കീർത്തനം 11-ാം വാക്യം എന്താ വായിക്കുന്നത്? നേരോട് നടക്കുന്നവർക്ക് അവൻ ഒരു നന്മയും മുടക്കുകയില്ല. ഇന്ന് പകലിൽ ഈ വാക്യം നമുക്ക് നമ്മുടെ ഹൃദയത്തിൽ എഴുതിയിരിക്കുന്ന വാക്യമാണല്ലോ. പക്ഷെ ആ വാക്യത്തിന് എത്രമാത്രം വില കൊടുക്കാൻ നമുക്ക് കഴിയുന്നുണ്ട്? നേരോട് നടക്കുന്നവർക്ക് അവൻ ഒരു നന്മയും മുടക്കുകയില്ല. ഏത് നന്മയാണ്, ഏത് അനുഗ്രഹമാണ് എനിക്ക് വേണ്ടത്, അത് തരാൻ ദൈവത്തിന് മനസ്സാ. പക്ഷെ ഒരു വ്യവസ്ഥ, നാം നേരോട് നടക്കണം. വളഞ്ഞ വഴിയിലൂടെ നടന്ന് കള്ള റിപ്പോർട്ട് എഴുതി കള്ളത്തരം പറഞ്ഞ് ഏതെങ്കിലും കാര്യം സാധിച്ചാൽ, എന്റെ പ്രിയപ്പെട്ടവരെ, തേജോമയനായ ദൈവത്തിന്റെ അനുഗ്രഹം നമ്മുടെ തലമേൽ വരികയില്ല എന്ന് വളരെ പ്രത്യേകമായി നമ്മൾ ഓർത്തുകൊള്ളണം. ഒരുപക്ഷെ നമ്മുടെ കഴിവുകൊണ്ട്, മിടുക്കുകൊണ്ട്, വാക്സാമർത്ഥ്യം കൊണ്ട്, അടവുകൊണ്ട്, തന്ത്രങ്ങൾ കൊണ്ട് കാര്യം സാധിച്ചു, പ്രതീക്ഷിച്ചതിനേക്കാൾ വിജയമായി പോയി എന്ന് കരുതിയെന്ന് വരും. പക്ഷേ അത് അപകടമാണ്, ചതിക്കുഴിയാണ് എന്ന് വളരെ പ്രത്യേകമായി നമ്മൾ ഓർത്തുകൊള്ളണം. അടുത്തതായിട്ട് പറയുന്നത്, കോപിച്ചാൽ പാപം ചെയ്യരുത്. അതുമാത്രമല്ല, സൂര്യനസ്തമിക്കുവോളം നിങ്ങളുടെ ഹൃദയത്തിൽ കോപം വെച്ചുകൊണ്ടിരിക്കരുത്. കോപമുണ്ടായി, പക്ഷേ പാപമൊന്നും ചെയ്തില്ല. എന്താ ചെയ്തതെന്ന് അറിയാമോ? ഈ കോപം ഇങ്ങനെ ഹൃദയത്തിൽ ഇങ്ങനെ സൂക്ഷിച്ച് വെച്ചു, അത് വിട്ടുകളഞ്ഞില്ല. നമുക്കറിയാം, വൈകിട്ട് ഫ്രീസറിൽ ഒരു പാത്രം വെള്ളം വെച്ചാൽ രാവിലെ എങ്ങനെ ഇരിക്കും? ഐസ് കട്ടയായിട്ടിരിക്കും അല്ലേ? എന്റെ പ്രിയപ്പെട്ടവരെ, 12 മണിക്കൂറെങ്കിലും ഒരു ക്രിസ്തുഭക്തന്റെ ഹൃദയത്തിൽ മറ്റുള്ളവരോട് കോപം വെച്ചാൽ
അത് പാപമായിട്ട് തീരുകയാണ്. ദൈവം നമ്മെ സഹായിക്കട്ടെ. കോപം ഉണ്ടാകുകയില്ല എന്ന് പറയാനായിട്ട് കഴിയുകയില്ല. പക്ഷേ നമ്മുടെ ഹൃദയത്തിൽ കോപം വെച്ചുകൊണ്ടിരുന്നാൽ അത് പാപമാണ്. പാപമെന്ന് പറഞ്ഞാൽ അത് കുന്നുകൂടിക്കൊണ്ടിരിക്കുകയാണ്. എബ്രായർ 12:13 വായിക്കുന്നത്, വല്ല കയ്പുള്ള വേര് മുളച്ചിട്ട് കലക്കമുണ്ടാക്കി അനേകർ അതിനാൽ മലിനപ്പെടുവാൻ ഇടയാകുമല്ലോ. എന്റെ ഹൃദയത്തിൽ എന്റെ കൂട്ടുവിശ്വാസിയോട് വല്ല കയ്പുള്ള വേരുമുണ്ടെങ്കിൽ അതുകൊണ്ട് ഉണ്ടാകുന്ന ഭവിഷ്യത്ത് എന്ന് പറയുന്ന കലക്കമുണ്ടാവുകയാണ്. കലക്കമുണ്ടായിട്ട് ഞാൻ തന്നെ മലിനപ്പെടുകയാണ്. ഞാൻ വിശുദ്ധ ജീവിതത്തിൽ നിന്ന് ഓടി ഒളിക്കുകയാണ്. ഞാൻ ദൈവത്തിന്റെ വിശുദ്ധിയെക്കുറിച്ച് കേൾക്കുന്നു, പഠിപ്പിക്കുന്നു, പക്ഷേ എന്റെ ജീവിതത്തിൽ ഇത് പ്രാവർത്തികമാക്കാൻ ഞാൻ തയ്യാറാകുന്നില്ല. എത്ര ദുഃഖകരമായ കാര്യമാണത്. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ കൺവെൻഷൻ മുഖാന്തരം നമുക്കൊരു ദൈവസന്നിധിയിൽ തീരുമാനമെടുക്കാം. ആരോടെങ്കിലും ഞാൻ സ്നേഹമായി ഇടപെടുന്നില്ലെങ്കിൽ, ആരോടെങ്കിലും എന്റെ ഹൃദയത്തിൽ കോപം വെച്ചുകൊണ്ടിരിക്കുന്നെങ്കിൽ ഞാൻ ഇന്ന് ക്ഷമ ചോദിക്കും. ഒരു ടെലിഫോൺ ചെയ്ത് നേരിൽ പോകാൻ പറ്റുമെങ്കിൽ നേരിൽ പോയി ഞാൻ ക്ഷമ ചോദിക്കും. ഒരുപക്ഷെ എന്റെ പ്രസ്റ്റീജ് അവിടെ ഇടിഞ്ഞു പോകുമായിരിക്കാം. ഞാൻ അവിടെ ഒരു ചെറിയവനായി പോയി എന്ന് വന്നേക്കാം. എന്റെ മാനം നഷ്ടപ്പെട്ടു പോകുമായിരിക്കാം. പക്ഷേ ഇന്ന് പകലും ഞാൻ ചോദിക്കട്ടെ, ഈ വചനത്തെ സ്നേഹിക്കുന്ന എത്ര വിശ്വാസികൾ ഇവിടെയുണ്ട്? ആരോടെങ്കിലും കയ്പുള്ളവരെ ഹൃദയത്തിൽ വെച്ചുകൊണ്ടിരിക്കുന്നെങ്കിൽ ഏറ്റുപറയുവാൻ മനസ്സു കാണിക്കാൻ പ്രിയപ്പെട്ടവരെ. അങ്ങനെയുള്ള ജീവിതങ്ങളെയാണ് ദൈവം തന്നെ വചനം കേൾപ്പിക്കുന്നത്. കേൾക്കാൻ മനസ്സില്ലാത്തവരെ ദൈവം കേൾപ്പിക്കുകയില്ല. നമുക്കറിയാം, ഇസ്രായേലിനോട് ദീർഘമായ 400 വർഷങ്ങൾ സ്വർഗത്തിലെ ദൈവം ഒരക്ഷരം പോലും മിണ്ടാതെ ഇരുന്നിട്ടുണ്ട്. എന്താ കാര്യമെന്നറിയാമോ? കേട്ടിട്ടും മനം തഴമ്പിച്ചു പോയവർ. ദൈവം നമ്മെ സഹായിക്കട്ടെ. കോപം കയ്പുള്ളവരെ ഉണ്ടെങ്കിൽ ഏറ്റുപറയാൻ, കൈകൊടുക്കാൻ, ക്ഷമ ചോദിക്കാൻ, വിട്ടുകളയാൻ പറയാൻ നമുക്ക് തയ്യാറാകാം പ്രിയപ്പെട്ടവരെ. അങ്ങനെയുള്ള ജീവിതങ്ങളെയാണ് ദൈവത്തിന് ആവശ്യം. ദൈവത്തിന്റെ വചനം കൊണ്ട് ദൈവം അതാണല്ലോ ഉദ്ദേശിക്കുന്നത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ